സോണിയാഗാന്ധി ഏതൊരു ഭാരതീയനും മുഖവുരകൾ ഏതൊന്നുമില്ലാതെ മനസ്സിലാകുന്ന അപൂർവം ചില പേരുകളിൽ ഒന്നാണത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും സൗമ്യമുഖങ്ങളിൽ ഒന്ന്. ഈ രാജ്യത്തിന്റെ വികസനത്തിലും വളർച്ചയിലും വലിയ പങ്ക് വഹിച്ച ഒരു വനിത. എന്നാൽ സോണിയാഗാന്ധിക്ക് തിരികെ ലഭിച്ചതൊന്നും സ്നേഹവും നന്മയും മാത്രമായിരുന്നില്ല. BJP എന്ന വർഗീയ രാഷ്ട്രീയ കക്ഷി എക്കാലത്തും സോണിയാഗാന്ധിയെ വേട്ടയാടി. നുണകൾ പ്രചരിപ്പിച്ചും വിദ്വേഷം പറഞ്ഞും അവർ സോണിയാഗാന്ധിയെ ആക്രമിച്ചുകൊണ്ടിരുന്നു. സോണിയാഗാന്ധി ഇന്ത്യയിൽ രാജീവിന്റെ പത്നിയായി, ഭാരതത്തിന്റെ പ്രിയപ്പെട്ട മകളായി വന്ന നാൾ മുതൽ ഈ വേട്ടയാടൽ സംഘപരിവാർ തുടങ്ങിയതാണ്. സോണിയ ധരിച്ച വസ്ത്രത്തെ ചൊല്ലിപ്പോലും നെറുകെട്ട വിവാദങ്ങൾ ഉണ്ടായി. എണ്ണിയാൽ തീരാത്ത അസത്യ പ്രചരണങ്ങൾ സോണിയാഗാന്ധിക്കെതിരെ ഈ വൃത്തികെട്ട കൂട്ടം പറഞ്ഞുണ്ടാക്കി. പക്ഷെ അപ്പോഴൊന്നും സോണിയാഗാന്ധി തളർന്നില്ല. ഈ രാജ്യം സോണിയാഗാന്ധിയെ എല്ലായ്പ്പോഴത്തെയും പോലെ ചേർത്ത് പിടിച്ചു. നിലവിൽ സോണിയാഗാന്ധിക്ക് പ്രായം 78 സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മെല്ലെ മെല്ലെ സോണിയാഗാന്ധി പിന്നോട്ട് മാറാൻ തുടങ്ങി. ഈ ഒരു വേളയിൽ സംഘപരിവാറിന് സോണിയാഗാന്ധിയോടുള്ള വിദ്വേഷത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. ഈ 78 വയസ്സിലും സോണിയാഗാന്ധിയുടെ നേർക്ക് അസത്യ പ്രചരണവുമായി BJP മുന്നിട്ടിറങ്ങുകയാണ്. ഈ രാജ്യത്ത് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും കൂടി ചേർന്ന് വോട്ട് മോഷണം നടത്തുകയാണ് എന്ന് തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി വാദിക്കുന്നുണ്ട്. ഈ വിഷയത്തെ വഴിമാറ്റിവിടാൻ BJP പല മാർഗങ്ങൾ പയറ്റി നോക്കി. ഇതൊന്നും ഫലം കണ്ടില്ല എന്നു മാത്രമല്ല, ഈ രാജ്യം കൂടുതൽ ശക്തമായി പ്രതിപക്ഷത്തിനൊപ്പം അണിചേർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ BJP രക്ഷപ്പെടാനായി തിരഞ്ഞെടുത്ത മാർഗം സോണിയാഗാന്ധിക്കെതിരെ അസത്യ പ്രചരണം അഴിച്ചുവിടുക എന്നതാണ്. അവർക്കിതൊരു പുതിയ കാര്യമല്ല. ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ BJP ഇങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയമായി തിരിച്ചടി നേരിടുമ്പോൾ ഇത്തരത്തിൽ വൃത്തികെട്ട ആരോപണങ്ങൾ തൊടുത്തുവിടും. BJPക്കും അവരുടെ നേതാക്കൾക്കും നന്നേ അറിയാവുന്ന മാർഗം ഇതാണ്. ഇവിടെയും അവരത് ആവർത്തിച്ചു. നിലവിലെ വോട്ട് ചോരി വിവാദങ്ങളിൽ നിന്ന് തടിത്തപ്പാനുള്ള BJPയുടെ ആരോപണം 1983 ഇന്ത്യൻ പൗരത്വം ലഭിച്ച സോണിയാഗാന്ധിക്ക് 1980 വോട്ടുണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ BJPയുടെ അസത്യ പ്രചരണത്തിന് മറുപടി നൽകി. 1980 ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നില്ല, ജനതാ പാർട്ടി ആയിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മുൻ MLA അനിൽ അക്കരെ ഉൾപ്പെടെയുള്ളവർ മറുപടി എഴുതിയത്. സോണിയാഗാന്ധി ഒരിക്കലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും, കരട് വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് വന്നപ്പോൾ തന്നെ അത് ഒഴിവാക്കാൻ അപേക്ഷ നൽകിയെന്നും അനിൽ അക്കരെ തന്റെ മറുപടിയിൽ വ്യക്തമാക്കുന്നു. അതേ തുടർന്ന് സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും 3 വർഷങ്ങൾക്കിപ്പുറം സോണിയാഗാന്ധി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി അപേക്ഷ നൽകി വോട്ട് ചേർക്കുകയാണ് ഉണ്ടായത് എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയതോടെ പതിവ് പോലെ BJP ഉത്തരമില്ലാതെ ഓടിയൊളിച്ചു. BJP എന്തിനാണ് കരട് വോട്ടർ പട്ടിക പ്രദർശിപ്പിക്കുന്നത്? അന്ന് വോട്ട് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് പുറത്തുവിടാനും കോൺഗ്രസ് BJPയെ വെല്ലുവിളിച്ചതോടെ BJPയുടെ ഈ നുണക്കഥ പൂർണ്ണമായും പൊളിഞ്ഞു. സോണിയാഗാന്ധി എന്ന സ്ത്രീയോട് ഇത് എത്രാമത്തെ തവണയാണ് സംഘപരിവാർ ഇത്തരത്തിൽ അനീതി ചെയ്യുന്നത്? ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിച്ച ഭാരതത്തിന്റെ പുത്രിയായ സോണിയാഗാന്ധിയെ എത്ര തവണയാണ് ഇറ്റലിക്കാരി എന്ന് വിളിച്ച് BJP അപമാനിച്ചത്? ഇറ്റലിക്കാരിയെ പ്രധാനമന്ത്രിയാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുള്ള സംഘപരിവാറിന്റെ നെറികെട്ട രാഷ്ട്രീയ പ്രചരണങ്ങൾ ഒന്നും ഭാരതം മറക്കാനിടയില്ലല്ലോ. സോണിയാഗാന്ധി നിയമപരമായും അവരുടെ കർമ്മം കൊണ്ടും ഇന്ത്യക്കാരി തന്നെയാണ്. ഒരിക്കലും സംഘപരിവാറിന് മനസ്സിലാകാത്ത ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി എന്നും നിലകൊണ്ട സ്ത്രീ. നെഹ്റു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചു വന്നു എന്നതുകൊണ്ട് മാത്രമല്ല സോണിയാഗാന്ധിയോട് സംഘപരിവാറിന്റെ ഈ വിദ്വേഷം. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന തന്റെ തീരുമാനം എന്തുകൊണ്ട് താൻ മാറ്റുന്നു എന്ന് സോണിയ ഈ രാജ്യത്തോട് വ്യക്തമാക്കിയ ഉത്തരത്തിലുണ്ട് സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ കാരണം. മതപരമായും ജാതീയമായും ഈ രാജ്യത്തെ വിഭജിക്കുന്നവരിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കണം, അതിനായി ഞാൻ ഇറങ്ങുന്നു. ഇതായിരുന്നു ആ ഉത്തരം. സംഘപരിവാർ പതിറ്റാണ്ടുകളായി തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ എന്ന മതേതര ജനാധിപത്യ ആശയത്തിനു വേണ്ടി നിലകൊണ്ട ഇന്നും നിലകൊള്ളുന്ന വനിതയുടെ പേരാണ് സോണിയാഗാന്ധി എന്നത്. സംഘപരിവാറിന് അവരോടുള്ള വിദ്വേഷത്തിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. സോണിയ കേവലം നെഹ്റു കുടുംബത്തിലേക്ക് വന്നു കയറുകയായിരുന്നില്ല, നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുക കൂടിയായിരുന്നു. ഭാരതത്തിന്റെ പുത്രി എന്ന വിശേഷണത്തിന് ഏറ്റവും അർഹരായ വനിതകളിൽ ഒരാളാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധിക്ക് ഇവിടെ നിന്നും പറയാൻ നേട്ടങ്ങളുടേതല്ല, മറിച്ച് നഷ്ടങ്ങളുടെ കഥയാണുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയം എന്താണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഭർത്തൃമാതാവിനെ നഷ്ടമായി. വെടിയേറ്റ് വീണ ഇന്ദിരാഗാന്ധിയെ സോണിയാഗാന്ധിയുടെ മടിയിൽ കിടത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്.
ഏതാനും വർഷങ്ങൾക്കിപ്പുറം അവസാനമൊന്ന് കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് അവരുടെ ഭർത്താവും ചിന്നിച്ചിതറി എന്ന വാർത്ത അവരെ തേടി വന്നു. ഇത്തരത്തിൽ നഷ്ടങ്ങൾ മാത്രമുണ്ടായിട്ടും അവർ പിന്മാറിയില്ല. ഈ രാജ്യത്തെ വർഗീയ കക്ഷികൾ ഭിന്നിപ്പിക്കും എന്ന് തോന്നിയ നിമിഷം ഭർത്തൃമാതാവും അവരുടെ പ്രിയപ്പെട്ടവരും നടന്ന വഴിയെ അവരും നടക്കാൻ തീരുമാനിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ഭക്ഷ്യസുരക്ഷാ ബിൽ, വിദ്യാഭ്യാസ അവകാശ നിയമം, വിവരാവകാശ നിയമം തുടങ്ങി ഈ രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിയെഴുതിയ ഒട്ടനവധി നിയമനിർമ്മാണങ്ങളിൽ സോണിയാഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. 2016 നരേന്ദ്രമോദി സോണിയാഗാന്ധിയെ ഇറ്റലിയുടെ പേര് പറഞ്ഞ് അപമാനിച്ചപ്പോൾ സോണിയാഗാന്ധി നൽകിയ മറുപടി പ്രസംഗത്തിലെ ഏതാനും ചില വരികൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അതിങ്ങനെയാണ്: ഞാൻ ഇറ്റലിയിലാണ് ജനിച്ചത്. 1968 ഞാൻ ഇന്ദിരാഗാന്ധിയുടെ മരുമകളായി ഇന്ത്യയിലേക്ക് വന്നു. ഞാൻ 48 വർഷം ഇവിടെ ജീവിച്ചു. ഇതാണ് എന്റെ വീട്, ഇതാണ് എന്റെ രാജ്യം. ഇറ്റലിയിൽ എനിക്ക് ബന്ധുക്കളുണ്ട്. 93 വയസ്സായ ഒരു അമ്മയും 2 സഹോദരിമാരും. എന്നാൽ ഈ രാജ്യത്ത്, എന്റെ രാജ്യത്ത്, ഇന്ത്യയുടെ മണ്ണിലാണ് ഞാൻ എന്റെ ജീവന് തുല്യം സ്നേഹിച്ച പ്രിയപ്പെട്ടവന്റെ രക്തം കൂടി ചേർന്നിട്ടുള്ളത്. ഈ മണ്ണിലാണ് ഞാൻ എന്റെ അവസാന ശ്വാസം എടുക്കേണ്ടത്. എന്റെ ചിതാഭസ്മം ഈ മണ്ണിലാണ്. എന്റെ പ്രിയപ്പെട്ടവരുടെ ചിതാഭസ്മമായി ചേർന്ന് കിടക്കേണ്ടതാണ്. ഇതാണ് എന്റെ നാട്, ഇതാണ് എന്റെ വീട്. ഏത് രീതിയിൽ വരെയും പ്രധാനമന്ത്രിക്ക് എന്റെ ആർജവത്തെ, സത്യസന്ധതയെ ചോദ്യം ചെയ്യാം. എന്നാൽ ഒരിക്കലും ഈ രാജ്യത്തോടുള്ള, ഭാരതത്തോടുള്ള, എന്റെ രാജ്യത്തോടുള്ള എന്റെ പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് ആകില്ല. ഞാൻ ഈ പറഞ്ഞതൊന്നും പ്രധാനമന്ത്രിക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും.